ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരാൻ കാരണം തന്നെ നമ്മളെ സലു കിച്ചൺ വളപ്പുരത്തിൻ്റെ ചാനൽ പോയിട്ടുണ്ട്. അപ്പം അതിനെക്കുറിച്ചിട്ട് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു. പോകാനുള്ള കാരണം എന്താണെന്നുള്ളത് സലു തന്നെ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇട്ടത്. അപ്പോൾ അതിൻ്റെ അടിയിൽ ഒരുപാട് ആളുകൾ ബാഡ് കമൻറ്റ് കൊണ്ട് വന്നിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ബാഡ് കമൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സലുവിൻ്റെ വീഡിയോ പോകണം, അഹങ്കാരത്തിനുള്ള ശിക്ഷയാണ്, അതുപോലെ അഹങ്കാരത്തിന് കൈയും കാലും വെച്ച പെണ്ണാണ്, അങ്ങനെ പല കമൻറ്റുകളും വന്നിട്ടുണ്ട്. പിന്നെ ഷാനു അത് ഒഴിവാക്കിയതായിരിക്കും, ഷാനു ആയിരിക്കും അതിൻ്റെ ആൾ എന്നുള്ള കമൻറ്റുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അതിനെക്കുറിച്ചിട്ട് ഞാൻ ഓളോട് ചോദിച്ചപ്പോൾ അവൾ ഒരു ഈ ചാനൽ ഓളെ കയ്യിൽ നിന്ന് പോണേൻ്റെ ഒരു അരമണിക്കൂർ മുന്നേ ഓൾ ലൈവ് ഇട്ടിട്ടുണ്ട്. ലൈവ് ഇട്ടതിന് ശേഷം എനിക്ക് വിളിച്ചിട്ടുണ്ട്. പിന്നെയാണ് ഞങ്ങൾ സൂഫി സഫർ എന്ന് പറഞ്ഞ ആളെ ചാനൽ കാണുന്നത്. അപ്പം തന്നെ ഒരു മണിക്കൂർ 1.5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് സൂഫി സഫറിൻ്റെ ചാനൽ കാണുന്നത്. അപ്പം അതിൽ ചാനൽ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് കണ്ടപ്പോൾ ഞങ്ങൾ വിളിച്ച് ചോദിച്ച്, ഞാൻ അവൾക്ക് വിളിച്ച് ചോദിച്ച്, അത് സപ്പോസ് എനിക്ക് വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ കാണുന്നില്ല എന്ന് കണ്ട സൂഫി സഫറിൻ്റെ ചാനലിൽ കണ്ടു, നിങ്ങൾ അറിഞ്ഞോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ സലുവിനെ വിളിച്ചപ്പോൾ സലു പറഞ്ഞ് ഇല്ലല്ലോ, ചാനൽ പോയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. ഓള് പോലും അത് അറിഞ്ഞിട്ടില്ല കേട്ടോ. പക്ഷെ സൂഫി സഫർ എങ്ങനെ അറിഞ്ഞെന്ന് അതും എനിക്കറിയില്ല. പക്ഷെ ഞാൻ കുറ്റപ്പെടുത്തിയല്ല. അപ്പോൾ അങ്ങനെയായിട്ട് ഞങ്ങൾ ഓൾക്ക് വിളിച്ചു. അപ്പോൾ ഓള് പറഞ്ഞ് ഞാൻ അടിച്ചു നോക്കട്ടെ, ചാനൽ അടിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ചാനലിൻ്റെ പേര് യൂട്യൂബിൽ അടിച്ചിട്ട് വരുന്നില്ല എന്ന് പറഞ്ഞ്. അതുപോലെ ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ ഓളെ ചാനൽ വരുന്നില്ല, ഞങ്ങളെ ചാനലും ഓളെ വെച്ചിട്ട് ഞങ്ങളുണ്ടാക്കിയ വീഡിയോസൊക്കെയാണ് വരുന്നത്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഇന്നലെ എന്താട്ടി ഓളടുത്ത് പോയി. അപ്പം നോക്കുമ്പോൾ പറഞ്ഞിട്ട് ഷാനു അടിച്ച് മാറ്റിയതായിരിക്കും, ഷാനു എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും, ഷാനുവിൻ്റെ കയ്യിലാണ് ചാനലിൻ്റെ എല്ലാ കാര്യങ്ങളും കിടക്കുന്നത്. അങ്ങനെ പല കമൻറ്റുകളൊക്കെ വന്ന് ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഷാനു ആവട്ടെ, മുർഷി ആവട്ടെ, ഞാനാവട്ടെ, സപ്പൂസ്, റബിനോഷ്, ഞങ്ങളൊക്കെയാണ് ഓളെ സപ്പോർട്ട് ചെയ്ത് ഓളെ കൂടെ നടക്കുന്ന ആൾക്കാർ. ഞങ്ങളാരും ഒരിക്കലും അങ്ങനെ ഒരു പണി ചെയ്യൂല. ഞങ്ങളൊന്നും അടിച്ചെടുത്തെന്ന് പറഞ്ഞിട്ടില്ല. ഷാനുവിനും മുർഷിനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറയട്ടോ, പിന്നെ ഷാനു ഇത് അവർ ചെയ്തത് തന്നെയാവും, ഷാനു ചെയ്ത് അങ്ങനെയൊക്കെ പറഞ്ഞാണ്ട് ഇന്നലെ കമൻറ്റൊക്കെ ഉണ്ടായിന്. അപ്പം ഷാനൊന്നും ഒരിക്കലും അങ്ങനെ ചെയ്യൂല. കാരണം സെലു എന്നെ പറഞ്ഞിട്ടുണ്ട്, ഷാനുവും മുർഷിയൊന്നും അങ്ങനെ ചെയ്യൂല. അത് ഞാൻ തന്നെ എൻ്റെ കൈ തട്ടിപ്പോയതാണ്. ഞാൻ ഏതോ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്ത് സ്റ്റിക്കർ ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ഞാൻ എന്തോ ഒരു ഇമോജിമൽ ടച്ച് ചെയ്തിട്ടുണ്ട്. ആ ടച്ച് ചെയ്തതിൽ പിന്നെ ചാനൽ കാണാതായതാണെന്നാണ് സലു പറയണത്. പക്ഷെ എന്തുകൊണ്ടാണ് ചാനൽ കാണാതായതെന്നുള്ളത് അറിയില്ല. പക്ഷെ ഓൾ പറയണത് കൈ തട്ടിപ്പോയി എന്നാണ് പറയണത് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ ഇന്നലെ പോയി ഒരുപാട് ചെക്ക് ചെയ്തപ്പോൾ ഒന്നും ചാനൽ കാണുന്നില്ല. അപ്പോൾ ഒരുപാട് ടെൻഷനിൽ നിൽക്കുകയാണ്. ഒരാൾക്ക് അറിയാലോ, നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരു ചാനൽ വളർത്തി കൊണ്ടുവന്നിട്ട് അതുപോലെ നിങ്ങളെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് അത് വളരുന്നതും. അപ്പം നമ്മൾ എന്താട്ടും, നമ്മളൊരു ചാനൽ ഉണ്ടാക്കി കാണുന്ന ആളുകൾ സബ്സ്ക്രൈബേഴ്സിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഈ ചാനൽ വളരുന്നത്. അങ്ങനെ വളർന്ന് വന്നിട്ട് പെട്ടെന്ന് ആ ചാനൽ അവിടെ പോകുമ്പോൾ ഉണ്ടാകുന്ന ടെൻഷനും കാര്യം ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റൂല. അങ്ങനെ ഞങ്ങൾ ഇന്നലെ ചെന്നപ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനിലൊക്കെ ഇരിക്കുകയാണ്. കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത്. അപ്പം കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ ഓരോ കാര്യങ്ങൾ ഓളെ ടെൻഷനാക്കാത്ത രൂപത്തിൽ ഞങ്ങൾ പല കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ കുറ്റപ്പെടുത്തുന്ന പോലെ ഒരു കാര്യം മനസ്സിലാക്കുക, ഓൾക്ക് അഹങ്കാരമോ ഒന്നുമല്ല ഓക്കില്ലത്. ഓക്ക് അഹങ്കാരം അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അത് നിങ്ങൾക്ക് തോന്നുകയാണ് ഓക്ക് അഹങ്കാരമാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ തോന്നുകയാണ്. അത് എന്താ പറയുക, ഒരു സ്ഥലത്തേക്ക് ഇപ്പം നമ്മൾ മുട്ടായി തെരുവ് പോയിട്ട് ഒരാളിൻ്റെ ഒരു കമൻറ്റ് ഇട്ടുണ്ട്, കൈ തട്ടി തെറിപ്പിച്ചൊരു വ്യക്തിയാണെന്ന്. അപ്പോൾ മുട്ടായി തെരുവിൽ പോകുമ്പോൾ നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോകുമ്പം ഓളങ്ങോട്ട് പൊതിയാണ് മനുഷ്യന്മാർ വന്നിട്ട്, പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ സെൽഫി എടുക്കുക. അപ്പോൾ ഓളെ കാര്യങ്ങൾ അവിടെ നടക്കണില്ല. പിന്നെ ഓളെ വീട്ടിലേക്ക് എത്തണം. പിന്നെ ഓളെ കാര്യങ്ങൾ ഓളെന്താണോ ഉദ്ദേശിച്ച് അവിടേക്ക് വന്നത് അത് വാങ്ങാനോ അല്ലെങ്കിൽ അത് ഒരു മര്യാദയ്ക്ക് ഒന്ന് എടുത്ത് നോക്കാനോ ഡ്രസ്സാവട്ടെ ഒന്ന് സെലക്ട് ചെയ്യാനോ ഒന്നിനും കഴിയാതെ ആകുമ്പോഴാണ് അപ്പോൾ ആർക്കായൊരു ദേഷ്യം വരും. ആ ഒരു ദേഷ്യം മാത്രമേ അവൾ അന്ന് അവിടെ കാട്ടിയിട്ടുള്ളൂ. ഓളിങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നതിൻ്റെ ഇടയിലേക്കാർ പോയാണ്ട് കൈ എടുക്കുക അങ്ങനെ കേൾക്കാറ്. അതുകൊണ്ടാണ് ഓൾ അന്ന് അത് തട്ടി മാറ്റാൻ കാരണം.
ഞാൻ ഓളെ കൂടെ പോയിട്ടുണ്ട്. പോകുമ്പോൾ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മൾ എന്തെങ്കിലും അർജൻറ്റായിട്ട് വേഗം സ്പീഡിലൊക്കെ പോവുകയായിരിക്കും. അപ്പോൾ ശരിനകത്ത് അവിടെ നിൽക്കും, ഒരു സെൽഫി എടുക്കട്ടെ. അപ്പോൾ ഇവള് അത് ശ്രദ്ധിക്കാതെ പോകും. കാരണം നമുക്ക് നമ്മളെ വീട്ടിലെത്തണം, അല്ലെങ്കിൽ നമുക്ക് നമ്മളെ കാര്യങ്ങൾ എന്താണ് നമ്മളെ ലക്ഷ്യം, അതിലേക്കാണ് നമ്മൾ പോണത്. അപ്പം ചിലപ്പോൾ ഓള് ടൈം ഉണ്ടെങ്കിൽ ഓള് നിന്ന് കൊടുക്കേണ്ട ഫോട്ടോ എടുക്കാനും സെൽഫി, പിന്നെ അതുപോലെ കൈ എടുക്കാനും സലാം അടക്കണം ഒക്കെ ഉണ്ട് ഓള്. പക്ഷെ ടൈമില്ലാത്ത ടൈമിലൊക്കെ വരുമ്പോഴാണ് ഓൾ ഒന്നും കേട്ട് പിന്നെ വേക്കോട്ട് നിൽക്കുന്നത്. അപ്പോൾ ഓളുമാണെങ്കിൽ ഒന്ന് ദേഷ്യപ്പെടുക, അങ്ങനെ അല്ലെങ്കിൽ മൈൻഡ് ചെയ്യാതെയൊക്കെ പോവുക, അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അല്ലാതെ അത് അഹങ്കാരം കൊണ്ടോ പിന്നെ ഓളത് പിന്നെ ഒരു ഇത്രയും വളർന്നൊരു യൂട്യൂബറാണ് എന്നുള്ളൊരു അഹങ്കാരം കൊണ്ട് ഒന്നും അല്ല കേട്ടോ. അത് ഞാൻ ഓളെ കൂടെ നടന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. പിന്നെ ഓളടുത്ത് ഞാൻ കണ്ട ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര സ്നേഹമാണ്. പിന്നെ കുട്ടികളെ മനസ്സാണ്. എന്തെങ്കിലും പെട്ടെന്ന് അപ്പക്കപ്പളായിട്ട് പറഞ്ഞു പോകും. പിന്നെ അപ്പം തന്നെ അതെന്താട്ടും ഓളത് മറക്കുകയും ചെയ്യും. അപ്പം തന്നെ നമ്മളോട് അത് ഓൾ സ്നേഹത്തോടെ പ്രകടിപ്പിക്കുകയും ചെയ്യും. കാരണം ഇപ്പം എന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ എന്തെങ്കിലും പറഞ്ഞാൽ അത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതപ്പം തന്നെ എനിക്ക് അതിന് മറുപടി തരും. പക്ഷെ അപ്പം തന്നെയാണ് ജെസ്സി എറണാട് പിന്നെ എൻ്റെ അടുത്തേക്ക് തന്നെ വരും, വർത്താനം പറയും, എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ പറയാം. ആ പറഞ്ഞത് അപ്പം തന്നെ ഓൾ മറന്നിട്ടുണ്ടാവും. അപ്പം നിങ്ങളൊക്കെ ഇപ്പം ഓരോരുത്തർ പറയും ഭയങ്കര അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച ജന്തുവാണ്, പിന്നെ അങ്ങനെ വേണം, ചാനൽ പോകണം, ഇനി ഒരിക്കലും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യൂല, അവളങ്ങനെ വളരണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊന്നും ഒരിക്കലും നിങ്ങൾ പറയരുത്. കാരണം നമുക്കുണ്ടാവില്ലേ ഒരു പിന്നെ നമ്മൾ ടെൻഷനായി നിൽക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ഒരാളെ നമ്മൾ ആശ്വസിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും വലിയൊരു സമാധാനമാണത്. ആ ടെൻഷനായി നിൽക്കണേക്ക് ഒന്നും കൂടി എരുത്തിയിൽ എണ്ണ ഒഴിക്കുക എന്ന് പറഞ്ഞ മാതിരി ഒന്നും കൂടി ഓളെ ടെൻഷനാക്കുന്ന പ്രവർത്തികൾ ആരും ചെയ്യരുത്. ബാഡ് കമൻറ്റും പിന്നെ അതുപോലെ തന്നെ മോശം കമൻറ്റൊന്നും ഇട്ട് ഒരിക്കലും നിങ്ങളോളെ ബുദ്ധിമുട്ടാക്കരുത്. എല്ലാവരും ഇതുപോലെ ആദ്യത്തെ ചാനൽ സപ്പോർട്ട് ചെയ്ത മാതിരി നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ നല്ല എനിക്കോളെ ചാനൽ വളരാൻ പിന്നെ സഹായിക്കുക. അതുപോലെ പിന്നെ ഓളെന്തെങ്കിലും കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുമുണ്ട്. കുറേ കാര്യങ്ങൾ ഞങ്ങൾ ഇന്നലെ പോയിട്ട് ഓൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഓൾ ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളറിയാത്ത കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കണമല്ലോ. അപ്പോൾ അതുപോലെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ കമൻറ്റിലൊക്കെ വന്നിട്ട് ഓരോരുത്തർ പറയുന്നുണ്ട്, ലൈവിലൊക്കെ വന്ന് പറയാണ്ട് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്നൊക്കെ പറയാം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കുറേ കാര്യങ്ങളൊക്കെ ഞാനും ഷാനൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഓക്ക് മനസ്സിലാകാത്ത ആളുമല്ല, കാരണം പറഞ്ഞാൽ ഓക്ക് മനസ്സിലാവും ചെയ്യും. പക്ഷെ ഓക്ക് എന്താണ്, ഓളെ ദേഷ്യം പിടിപ്പിക്കുമ്പോൾ ഓളെന്തെങ്കിലും ഒന്ന് പറയും, അതാണ് ഇത്. അല്ലാതെ ഒരു പിന്നെ എല്ലാവരോടും ഭയങ്കര ദേഷ്യമാണ്, എനിക്ക് ഭയങ്കര തൊള്ളയാണ്, അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. ഭയങ്കര സ്നേഹമുള്ളൊരു വ്യക്തിയാണ് സലു കിച്ചൻ വളപ്പുരം. അപ്പോൾ നിങ്ങളെല്ലാവരും ഓളെ പുതിയ വീഡിയോ പിന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഓളെ ഇനിയും നമുക്ക് മുന്നോട്ട് കൊണ്ടുവരണം. അപ്പം ആ ഒരു പ്രതീക്ഷയ്ക്ക് ഇനി ഞങ്ങൾ ഓളെ സപ്പോർട്ട് ചെയ്യും. കാരണം ഞങ്ങൾ ഇനി ഓളെ കൂടെ നടക്കുകയും ചെയ്യും, ഞങ്ങൾ ഓളെ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യും. ഞങ്ങൾ ഓളെ കൂടെ നടന്നിട്ട് തന്നെ എല്ലാവരും വിട്ടു നിന്നാളി, ആൾ ശരിയില്ല എന്ന് പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊന്നും ഒരിക്കലും പറയരുത്. പാവമാണ് ആൾ. പിന്നെ ഓളെപ്പോലത്തെ ഒരു ഫ്രണ്ട്സിനെ കിട്ടിയതൊക്കെ ഞങ്ങളൊക്കെ സന്തോഷിക്കുക. കാരണം എന്താ വെച്ചാൽ ഭയങ്കര സ്നേഹമുള്ള ഒരാളാണ് ഓള്. ഓളം ദേഷ്യം പിടിക്കുമ്പോൾ എന്തെങ്കിലും പറയുന്നോളും, വേറെ ഒരു പ്രശ്നം അത് അപ്പക്കപ്പളെ മറക്കും. ഓള് തന്നെ പറയുന്നുണ്ട്, എൻ്റെ ചെറിയ കുട്ടികളെ മനസ്സാണ്, എന്തെങ്കിലും പറയുമ്പോൾ അപ്പം തന്നെ ഞാനത് മറക്കുന്നൊക്കെ ഓള് തന്നെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഇനി ഓളെ കുറ്റപ്പെടുത്താതെ ഓളെ മുന്നോട്ട് പോകാനെല്ലാ സഹായങ്ങൾ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, വീഡിയോ കാണുക, ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇത്രയൊക്കെ തന്നെ എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളൂ. കാരണം ഓളെ ചാനലിൽ പോയിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ടെൻഷനുണ്ട്. പക്ഷേ ചാനൽ പോകണം, ഓൾക്ക് ദൈവം കൊടുത്ത ശിക്ഷയാണ്. അതുപോലെ ഏതായാലും ഇനി യൂട്യൂബ് മര്യാദയ്ക്ക് തുറക്കാലോ അങ്ങനെയൊന്നും പറഞ്ഞ് കമൻ്റ് ഇട്ടാണ്ട് ടെൻഷനാക്കരുത്. പാവമാണ്. ഞാൻ നിങ്ങളോട് കാല് പിടിച്ച് പറയാണ്, പച്ച പാവമാണ് ആൾ. കാരണം ഓളെ കൂടെ നടക്കുന്നതുകൊണ്ട് അറിയണതുകൊണ്ട് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ഇനി ഓളെ ചാനൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞാൻ ഓൾക്ക് അഹങ്കാരമല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയും, എന്നാൽ ഞങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടല്ലോ ഓളെ അഹങ്കാരം എന്നൊക്കെ പറയും. പക്ഷേ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാനും ഓളെ കൂടെ ഒരുപാട് സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓൾക്ക് അഹങ്കാരമുള്ള ഒരു വ്യക്തിയല്ല എന്ന് പറയാൻ കാരണം ഞാൻ പറഞ്ഞില്ലേ, ഓൾ എന്തെങ്കിലും പിന്നെ ഓൾക്ക് എന്തെങ്കിലും വിചാരിച്ച് എങ്ങോട്ടേയും പോയേക്കാരുള്ളൂ. അപ്പോഴേക്കാരും വന്നാണ്ട് സെൽഫിയും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറയുമ്പോൾ അപ്പോൾ ഓൾ ഒന്നുവാണെങ്കിൽ ഇപ്പം നേരമല്ല അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാമെന്നല്ലാതെ ആ ഓളത് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം സെൽഫി എടുക്കാൻ വരുന്നതിനോടൊക്കെ നല്ലോണം സെൽഫി എടുക്കാൻ നിന്നെടുക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ കാണുന്നതാണ്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പറയുന്നത്.
പിന്നെ ഒരു കാര്യം ഓളടുത്ത് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓക്കില്ല എന്നുണ്ടെങ്കിലും വേറെ എല്ലാവർക്കും കൊടുക്കണം എന്നുള്ളൊരൊറ്റ ചിന്ത മാത്രമേ ഓക്കുള്ളൂ. അത് ഓളെ കൂടെ നടക്കുന്നത് കൊണ്ട് നല്ലോണം മനസ്സിലായൊരു വ്യക്തിയാണ് ഞാൻ. കാരണം ഓളെ വല്യമ്മച്ചിനെ പറഞ്ഞിട്ടുണ്ട് ഞാൻ കൊടുത്തിട്ടില്ലെങ്കിൽ ഓള് കൊടുക്കുന്നു. കാരണം ഓക്ക് പിന്നെ ഇല്ലയെന്ന് പറയാനൊന്നും ഓക്ക് കഴിയൂല. ഓള് പറയും ആ ഓളടുത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഓളത് ഇല്ലാത്ത ഒരാൾക്ക് ഇന്നാന്ന് പറഞ്ഞ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അതും ഓളെ കൂടെ നടക്കുന്നത് കൊണ്ട് അതൊക്കെ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. സപ്പൂസിനും എനിക്കും റാബീനൗഷുവിനും ഷാനുവിനും ഒക്കെ ഓളെ സ്വഭാവം നല്ലോണം അറിയാം. അതുകൊണ്ടാണ് ഞങ്ങൾ ഓളെ പിന്നെ ഒഴിവാക്കാത്തത്. കാരണം എന്താ വെച്ചാൽ ഓളെ സ്വഭാവം നിങ്ങളൊക്കെ പറയും പോലെ അഹങ്കാരിയാണ് മറ്റാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞ മാതിരിയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരിക്കലും അങ്ങനത്തെ ആൾക്കാരെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാനും ഒരിക്കലും പോവില്ല. ഞങ്ങളെന്താ ചെയ്യുന്നത്, ഞങ്ങൾക്ക് ഓളെ കൂടെ നിന്ന് കൊടുക്കണമെന്ന് വെച്ചാൽ ഓളെ മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞങ്ങൾ ഓളെ കൂടെ നിൽക്കുന്നത്. അപ്പം ചിലവർ പറയും നിങ്ങൾ റീച്ച് ഉണ്ടാക്കാൻ നിൽക്കുകയാണെന്ന്. റീച്ച് ഉണ്ടാക്കാനുമല്ല, കാരണം ഓളെ നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. ഓള് ഒരു പിന്നെ വീട്ടിൽ നിന്ന് പുറത്തൊന്നും ഇറങ്ങാതെ നിന്നാണ്ട് ഇങ്ങനെ യൂട്യൂബിലേക്ക് വന്നാണ്ട് ഫേമസ് ആയ ഒരാളെ. അപ്പോൾ ഓളെ നമ്മൾ ഒറ്റപ്പെടുത്താൻ പാടില്ല. എല്ലാവരും പറയുന്നുണ്ട് എന്തിനാ ഓളെ കൂടെ നടക്കുന്നത്, ഓളെ ഒഴിവാക്കിക്കൂടെ. അങ്ങനെ ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ല. ഇന്ന് ഓക്ക് വന്ന് നാളെ നമുക്കും ഇതുപോലത്തെ ഒരു അവസ്ഥ വരികയാണെന്ന് നമ്മൾ ഒഴിവാക്കുമ്പോൾ നമ്മൾക്ക് എത്ര ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ ഒരാൾ ടെൻഷനായി നിൽക്കുമ്പോൾ നമ്മൾ ഓളെ ഒഴിവാക്കല്ല വേണ്ടത്, ഓളെ കൂട്ടുപിടിച്ച് കൊണ്ട് നടക്കണം. പിന്നെ അറിയാത്ത കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു കൊടുക്കലുണ്ട്. അപ്പോൾ ഇനി എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞ് നിങ്ങളെല്ലാം മറന്നിട്ട് ഓളെ ഇനി ഒന്നും കൂടി സപ്പോർട്ട് ചെയ്യുക. ഓളെ അത് ഒരു ജീവിതമാർഗ്ഗമാണ് ഓളെ യൂട്യൂബ് തന്നെ. അപ്പോൾ ഓക്ക് എന്തെങ്കിലും വരുമാനം കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ. കാരണം ആരുമില്ല, ഒരു വല്യമ്മച്ചുണ്ട്, പിന്നെ അമ്മമാരുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഓളെ നമ്മൾ സപ്പോർട്ട് ചെയ്യൽ നമ്മളെ കടമയല്ലേ.